നേരെ എത്തുന്നു എറണാകുളത്തേക്ക് എത്തുമ്പോൾ ഇന്ന് LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇടതു സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പര്യടനത്തിലാണ്. എറണാകുളം ജില്ലയിൽ ആകെ 120 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മറുഭാഗത്ത് UDFും ഇപ്പോൾ പതിയെ പ്രചരണത്തിലേക്ക് സജീവമായി എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിവരങ്ങളുമായി തിയോഫിനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നോക്കാം എന്തൊക്കെയാണ് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട വിവരങ്ങളെന്ന്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. എറണാകുളം ജില്ലയിലേക്ക് നമ്മൾ എത്തുമ്പോൾ രണ്ടാം ഘട്ട പര്യടനത്തിലേക്ക് കടക്കുകയാണ് ഇടതു സ്ഥാനാർത്ഥികൾ. അവരുടെ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാകുന്നു. മറുഭാഗത്ത് UDFന് ആ രീതിയിൽ ഓടിയെത്താൻ കഴിഞ്ഞിട്ടില്ല. പത്രികാ സമർപ്പണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 120 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സൂക്ഷ്മ പരിശോധനയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ആകാംക്ഷയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ. ആരുടെയെങ്കിലും പത്രികകൾ തള്ളുമോ എന്നതിലടക്കം. ഞാനത് പറയാൻ കാരണം ഈ 2020 സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടല്ലോ, വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ലാതിരുന്ന കക്ഷികളായിരുന്നു പലരും. അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇനി ഈ പത്രികയൊക്കെ വൃത്തിക്ക് പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് എടുത്തു ചോദിച്ചത്. മനു, അതായത് നേരത്തെയുള്ള അനുഭവം കണക്കിലെടുത്ത് തന്നെ 2020യുടെ പേരിലുള്ള സ്ഥാനാർത്ഥികൾ, അതായത് പല മണ്ഡലങ്ങളിലും ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേരെന്തായാലും 2020 സമർപ്പിച്ചിട്ടുണ്ട്. ഡെമ്മി സ്ഥാനാർത്ഥികൾ എന്തായാലും 2020ക്ക് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഒരു പത്രിക തള്ളിപ്പോയാൽ മറ്റൊരാൾ അവിടെ ഉണ്ടാകണം എന്ന് കരുതി തന്നെ അവർ എന്തായാലും രണ്ടുവിധം സ്ഥാനാർത്ഥികളെ മിക്കയിടത്തുമുണ്ട്. രണ്ടും അതിലധികമൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഇന്നലെ ആ പത്രികാ സമർപ്പണം പൂർത്തിയായിരിക്കുന്നു. 120 സ്ഥാനാർത്ഥികൾ എറണാകുളം ജില്ലയിൽ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് കളമശ്ശേരി മണ്ഡലത്തിലാണ്. 18 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കുറവുള്ളത് 2 മണ്ഡലങ്ങളിൽ, പെരുമ്പാവൂർ, ആലുവ 2 മണ്ഡലങ്ങളിലാണ്. 5 വീതം സ്ഥാനാർത്ഥികളാണുള്ളത്. അങ്ങനെ മൊത്തം 120 സ്ഥാനാർത്ഥികളാണ്. ഈ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് ഇന്ന് നടക്കാനുള്ളത്. സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ നമുക്ക് ആദ്യഘട്ട ഒരു ചിത്രം വ്യക്തമാകുന്നത്. ആരെല്ലാം മത്സരരംഗത്തുണ്ടാകും എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിനൊരു പ്രാഥമിക ലിസ്റ്റാണ് നമുക്ക് വ്യക്തമാവുക. കാരണം ഇതിനകത്ത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊക്കെ തള്ളിപ്പോകുമെന്ന് അറിയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ബാക്കി ഉണ്ടാകുന്ന പത്രികകൾ, അതിൻ്റെ എണ്ണം നമുക്ക് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അറിയാൻ കഴിയും. ഇനി നാളെ ഒരു ദിവസമുണ്ട്. അത് കഴിഞ്ഞാൽ മറ്റന്നാളാണ് ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. അതോടുകൂടി തന്നെ അവസാന ഘട്ടം മത്സരരംഗത്തുള്ളവരുടെ ചിത്രം വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടി വ്യക്തമാകും. ഇന്നിപ്പോൾ ഇനി മണ്ഡലം തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം, പെരുമ്പാവൂർ മണ്ഡലത്തിൽ 5 സ്ഥാനാർത്ഥികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പെരുമ്പാവൂറും ആലുവയും 5 വീതം സ്ഥാനാർത്ഥികളാണെന്ന്. അങ്കമാലിയിൽ 9 സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട്. കളമശ്ശേരിയിൽ 12, പറവൂരിൽ 10, വൈപ്പിൻ മണ്ഡലത്തിൽ 9 സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ 11 പേരാണ് പത്രിക നൽകിയിട്ടുള്ളത്. എറണാകുളത്ത് 8, തൃക്കാക്കരയിൽ 7 സ്ഥാനാർത്ഥികൾ വീതം പത്രിക നൽകിയിട്ടുണ്ട്. കുന്നത്തനാട് മണ്ഡലത്തിലും 8 സ്ഥാനാർത്ഥികളാണ്. പിറവത്ത് 9 സ്ഥാനാർത്ഥികളുണ്ട്. കൊച്ചി മണ്ഡലത്തിൽ 8, മൂവാറ്റുപുഴയിൽ 7, കോതമംഗലത്ത് 10. ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ ഒരു നില. ഇതുകൂടാതെ തന്നെ ഇന്നിപ്പോൾ ഈ സ്ഥാനാർത്ഥികളെക്കുറിച്ച് നോക്കിയാൽ ഒരു കാര്യം കൂടി നമ്മൾ രസകരമായിട്ട് പറയേണ്ടതുണ്ട്. ഈ അപര സ്ഥാനാർത്ഥികൾ പലയിടത്തുമുണ്ട്. പറവൂർ മണ്ഡലത്തിൽ VD സതീശന് അപരനായ ഒരു KB സതീശൻ രംഗത്തുണ്ട്. കളമശ്ശേരി മണ്ഡലത്തിൽ P രാജീവിന് സമാനം ഒരു അപരൻ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ രാജീവ് എന്ന പേരുള്ള മറ്റൊരാൾ സ്വതന്ത്രനായി പത്രിക നൽകിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണൻ, അതേ പേരിൽ ഉണ്ണികൃഷ്ണൻ എന്ന പേരിൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി തൃപ്പൂണിത്തുറയിൽ മത്സരരംഗത്തുണ്ട്. തൃക്കാക്കരയിൽ പുഷ്പദാസിന് സമാനമായ രീതിയിൽ പേര് തോന്നുന്ന രീതിയിൽ ഒരു കോൺഗ്രസിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥിയുണ്ട്. പത്മദാസ് എന്നാണ് പേര്. അത് പക്ഷേ പുരുഷ സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടിയും പേര് തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കണം അത് ഒരുപക്ഷെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി രംഗത്തിറക്കിയെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിറവത്ത് സാബു ജേക്കബ്, അതേപോലെ തന്നെ EK സാബു എന്ന പേരുള്ള മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമുണ്ട്. കോതമംഗലത്ത് ഷിബു എന്ന പേരുള്ള 3 പേരാണ് മത്സരരംഗത്തുള്ളത്. അങ്ങനെ അപരന്മാർ ധാരാളം ഉണ്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എറണാകുളത്തെക്കുറിച്ച് പറയാം. ഇനി പ്രചരണത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളൊക്കെ ആദ്യഘട്ട പ്രചരണം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇന്നലെയും തലേനാളുമായി 11 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 7 മണ്ഡലങ്ങളിൽ നടന്നു. ഇന്നലെ 6 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തിയായി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇനി ബാക്കിയുള്ളത് പെരുമ്പാവൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാത്രമാണ്. അതുകൂടി കഴിഞ്ഞാൽ ഈ എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ അതോടുകൂടി പൂർത്തിയാകും. അതിൻ്റെ ഒരു ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രചരണത്തിലേക്ക് സ്ഥാനാർത്ഥികളൊക്കെ നീങ്ങിക്കഴിഞ്ഞു. എല്ലാ സ്ഥാനാർത്ഥികളും സജീവമായി പ്രചരണ രംഗത്തുണ്ട്. വളരെ കുറവ് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമങ്ങളുണ്ട്. കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. പക്ഷേ ഇതേ രീതിയിൽ തന്നെ ഇതിനോടൊപ്പം തന്നെ UDFിൻ്റെ ചില മണ്ഡലം കൺവെൻഷനുകളൊക്കെ നടന്നു കഴിഞ്ഞു. അവരും ഈ നിയോജക മണ്ഡലം കൺവെൻഷനുകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ UDF നേരിടുന്ന ഒരു പ്രതിസന്ധി, ആദ്യഘട്ട പര്യടനം കാര്യമായി നടത്താൻ UDFിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മനു, എന്താണെങ്കിലും
പ്രചരണവുമായി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രചരണം വരും ദിവസങ്ങളിൽ ചൂടുപിടിക്കും. ഇനി 26-ാം തീയതി മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. 4 സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ വരും ദിവസങ്ങളിൽ പ്രമുഖ ഇടത് നേതാക്കളൊക്കെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രചാരണ രംഗത്തേക്ക് വരുന്നുണ്ട്. നിരവധി കൺവെൻഷനുകളിലൊക്കെ സംസാരിക്കും, പൊതുയോഗങ്ങളിൽ സംസാരിക്കും. ആ രീതിയിൽ പ്രചരണം വളരെ ചൂടുപിടിച്ച് മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ പരസ്യപ്രചരണത്തിന് 2 ആഴ്ച കഷ്ടിച്ചാണുള്ളത്. ആ ദിവസങ്ങൾ ഏറ്റവും ചൂടേറിയ പ്രചരണത്തിലേക്ക് മാറുകയാണ്.